ക്രിസ്മസ് ഇങ്ങനെ അടുത്തെത്തിക്കഴിഞ്ഞു. ക്രിസ്മസ് കേക്കുകൾ, ക്രിസ്മസ് കരോളുകൾ എല്ലാമായി എല്ലാവരും ഒരു ക്രിസ്മസിൻ്റെ ലഹരിയിലാണ്. ഇന്ന് സഖിയിൽ അതിഥിയായി എത്തുന്നത് ലക്കി ഗേൾസിൻ്റെ നേതാവായ ലക്ഷ്മി രംഗനാണ്. സഹോദരിമാരായ 5 പെൺകുട്ടികൾ ചേർന്ന് രൂപം കൊടുത്ത ലക്കി ഗേൾസിനുമുണ്ട് ക്രിസ്മസ് കരോളിൻ്റെ കുറേ വിശേഷങ്ങൾ നമ്മളോട് പറയാം. നമുക്ക് ലക്ഷ്മിയോടും സഹോദരിമാരോടും ഈ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നിങ്ങളുടെ ഒരു ക്രിസ്മസ് കരോൾ ഗാനങ്ങൾ വരുന്നു എന്ന് കേട്ടു, അതിനെക്കുറിച്ച് കൂടുതൽ. ആദ്യമായിട്ട് ചെയ്തത് ഓണക്കാസറ്റാണ്. ഇപ്പോൾ ഒരു ക്രിസ്മസ് കാസറ്റ് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സിസ്റ്റേഴ്സാണ്. ഞങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ലിറിക്സും മ്യൂസിക്കും സിംഗിങ്ങും ഞങ്ങൾ 5 പേരും കൂടെയാണ്. അതാണ് എൻ്റെ ഒരു പ്രത്യേകത പറയാനുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടല്ലേ ക്രിസ്മസ് കരോൾസ്? അതെ, ക്രിസ്മസ് സോങ്സ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അത് ക്രിസ്മസ് കരോൾ എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരു സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അപ്പോൾ അത് ഞങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് മാറി ആ ട്രഡീഷൻ വിട്ടു പോകാതെ ട്യൂൺസിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡിലോട്ടൊന്നും പോയിട്ടില്ല. നമ്മുടെ കരോൾ മൂഡ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സോങ്സാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ ആരാണ് ഇതിൻ്റെ ലിറിക്സ് എഴുതുന്നത്? അല്ലെങ്കിൽ ലിറിക്സിലൂടെ ഏതൊക്കെയാണ് ഇതിനകത്ത് ഗാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഗാനങ്ങൾ 8 ഗാനങ്ങളുണ്ട്. അതിൽ ഒരു 5 സോങ്സ് എൻ്റെ ഏറ്റവും മൂത്ത സിസ്റ്റർ ലതാ സഞ്ജീവ് ചേച്ചിയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ബാക്കി ഞങ്ങളെല്ലാം കമ്പൈൻ ചെയ്ത് തന്നെയാണ് എഴുതുന്നത്. എല്ലാവരും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത്. എന്തൊക്കെയാണ് പാട്ടുകൾ, അതിൻ്റെ ആശയങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ എന്തെങ്കിലും ആശയങ്ങൾ ഇപ്പോൾ ക്രിസ്മസ് സോങ് എന്ന് പറയുമ്പോൾ ശരിക്കും ജീസസിൻ്റെ ബർത്ത് അതിൽ നിൽക്കണം എന്നുള്ളതാണ്. എങ്കിലും ക്രിസ്മസിൻ്റെ കൂടാതെ തന്നെ കോമൺലി ജീസസിനെ കുറിച്ചുള്ള 2-3 സോങ്സ് ഉണ്ട്. പിന്നെ ഒരു മാതാവിനെ കുറിച്ചൊരു സോങ് ചെയ്തിട്ടുണ്ട്. ലക്കി ഗേൾസിനെ കുറിച്ച് ഒന്ന് വിശദീകരിച്ച് പറയാമോ? നിങ്ങളുടെ തുടക്കം അത് വളരെ അപൂർവതയാണ് കേരളത്തിൽ. ഇങ്ങനെ തികച്ചും ഒരു 5 പെൺകുട്ടികൾ അങ്ങനെ ഒരു ബാൻഡുമായിട്ട് വരുന്നത്. കാരണം അങ്ങനെ ഒരു മ്യൂസിക് ഒരു ബാൻഡുമായി വരുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഒരു മോഡേൺ അങ്ങനെ ഒരു ലുക്കാണ്. നിങ്ങളാണെങ്കിൽ ഇപ്പോഴും ആ കേരളീയത ഒട്ടും കൈവിടാതെ 5 പെൺകുട്ടികൾ, അതൊരു വലിയ വ്യത്യസ്തതയായിട്ട് തന്നെ തോന്നുന്നു. അത് വളരെ എന്താ പറയുക, യാദൃശ്ചികമായിട്ടാണ് ഞങ്ങൾ ഈ കാസറ്റ് ഇങ്ങനെ ഒരു ആൽബം ചെയ്യുന്ന രീതിയിൽ വന്നത്. എല്ലാവരും ഞങ്ങളുടെ കുടുംബ ട്രഡീഷണൽ ഫാമിലി മ്യൂസിക് ഫാമിലിയാണ്. അപ്പോൾ ആ ഒരു ബേസിക് എല്ലാവർക്കും എല്ലാവരും പാടുന്ന ഫാമിലിയിലും എല്ലാവരും പാടും. എല്ലാവരും മ്യൂസീഷ്യൻസാണ്. പ്രത്യേകിച്ച് അങ്കിൾമാർ, തങ്കരാജ് ഏറ്റുകള അങ്കിൾ മ്യൂസിക് ഡയറക്ടർ, പിന്നെ പരമാനന്ദൻ, പിന്നെ ബ്രഹ്മാനന്ദൻ മരിച്ചുപോയ അദ്ദേഹം ഞങ്ങളുടെ അങ്കിളാണ്. അങ്ങനെ പിന്നെ എൻ്റെ ഗുരു രത്നാകരൻ ഭാഗവതർ, അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള സംഗീതജ്ഞനാണ്. അങ്ങനെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. അതെ, ഫാമിലി തന്നെ ഒത്തിരി പേര് മ്യൂസീഷ്യൻസ് ആണ്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ 5 പേർക്കും കൊച്ചിലെ ആ ടാലൻ്റ് ഉണ്ടായിരുന്നു. 5 പേരും കൂടെ ചേർന്നിട്ടുള്ള ഒരു സംരംഭം തുടങ്ങിയത് ഒരു 3 വർഷത്തിന് മുൻപ്. ഓണപ്പാട്ടുകളാണ് ആദ്യമായിട്ട് ചെയ്തത്. അപ്പോൾ അത് ഏറ്റവും അനിയത്തി ലേഖാരംഗൻ, അവൾക്കാണ് അങ്ങനെ ഒരു ഐഡിയ വന്നത്, നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന്. പിന്നെ അത് 5 പേരുമായിട്ട് ഡിസ്കസ് ചെയ്തു. പിന്നെ അങ്കിൾമാരുടെയൊക്കെ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ. മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്ത ഇളയ അങ്കിളാണ് തങ്കരാജ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വെച്ചിട്ട് ഞങ്ങൾ. ലക്കി ഗേൾസ് എന്നുള്ള പേരാരാണ് സെലക്ട് ചെയ്തത്? പേര് ഒത്തിരി പേര് ഇതിൻ്റെ പിന്നിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തവരുണ്ട്. ഞങ്ങളുടെ ഫസ്റ്റ് ആൽബം പത്മശ്രീ ഡോക്ടർ കെ ജയസുദാസ് അദ്ദേഹമാണ് ഇനാഗ്രേഷൻ നടത്തിയത്. ആ കാസറ്റിലെ പാട്ടുകൾ അതൊക്കെ ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാമോ? ആരൊക്കെയാണ് ചെയ്തത്? അതിലും 8 സോങ്ങാണല്ലേ. അതിൽ ആദ്യത്തെ പാട്ട് ചിങ്ങമാസം മിഴി തുറന്നു. ആ സോങ് ഞാൻ തന്നെ പാടി എഴുതി അങ്ങനെ ട്യൂൺ ചെയ്തു. അങ്ങനെ പിന്നെ അങ്ങനെ ഓരോരുത്തർ ഇൻഡിവിജ്വലായിട്ട് ഓരോ സോങ് എഴുതിയിട്ടുണ്ട്, പാടിയിട്ടുമുണ്ട്. അങ്ങനെയാണ്. നിങ്ങൾ ഈ 5 പേരുടെ കൂട്ടായ്മയിൽ ഓരോരുത്തർക്ക് ഇന്ന റോള് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ പറയുകയുണ്ടായി ലക്ഷ്മിയാണ് ഒരു ലീഡർ എന്നുള്ള നിലയിൽ നിൽക്കുന്നതെന്ന്. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ റോള്, അത് ഓരോരുത്തരുടെയും ടാലന്റ് നോക്കിയിട്ടാണ് നിനക്ക് ഇത് കുറച്ചും കൂടെ അങ്ങനെ? തീർച്ചയായിട്ടും. അപ്പോൾ ആരെയും അങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല. 5 പേർക്കും അവരവരുടേതായ പ്രത്യേകതകളുണ്ട്. ചിലവർക്ക് പിന്നെ എൻ്റെ അങ്കിൾ പരമാനന്ദൻ, അദ്ദേഹത്തിൻ്റെ മകളെ രജനി, അവർക്ക് ഈ ലിറിക്സ് ഒക്കെ എഴുതാൻ കൊച്ചിലെ വളരെ സാഹിത്യവാസന ഉണ്ട്. പിന്നെ എല്ലാവരും എഴുതാൻ തുടങ്ങിയപ്പോൾ എഴുതാത്തവരും എഴുതിയെന്നുള്ള അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. മ്യൂസിക് ചെയ്യുന്നതാണല്ലോ, എല്ലാവർക്കും ആ ടാലൻ്റ് ഉണ്ടെന്ന് ഞങ്ങളിങ്ങനെ ഒരു സംരംഭത്തിന് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ തന്നെ അറിയുന്നത്. അപ്പം നിങ്ങൾ ഈ ബന്ധുക്കളായതുകൊണ്ട് തന്നെ കൂട്ടായ ഒരു ഡിസ്കഷൻ അതിനൊക്കെ കൂടുതൽ സമയം കിട്ടുന്നുണ്ടാവണം. മറ്റൊരു ഇതുപോലെ ആയിരിക്കില്ല. ഇല്ല. ഇനി കസിൻ സിസ്റ്റേഴ്സാണ് ശ്രീദേവി, രജനി, അവരും കസിൻ സിസ്റ്റേഴ്സ് ഞങ്ങളുടെ. അപ്പോൾ അവർ മിക്കവാറും നമ്മുടെ വീട്ടിലുണ്ടാവും. ഞങ്ങൾ 5 പേരും കൂടെ എപ്പോഴും ഒരു ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്, റിലേഷൻ അപ്പുറമായിട്ട്. ഇത്രയും പാട്ടുകൾക്കിടയിൽ നിന്ന് ഹിറ്റ് ആകും എന്ന് തോന്നുന്ന അങ്ങനെ ഒരു സെലക്ഷൻ എങ്ങനെയാണ്? സെലക്ഷൻ എന്ന് വെച്ചാൽ അത് സോങ്സിൻ്റെ ഓരോ സോങ്ങിനും ഒരു
ഡിഫറെൻറ്റ് മൂഡ് ക്രിയേറ്റ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു. റിതം ഇപ്പോൾ ഓരോ താളങ്ങൾ ഇപ്പോൾ 2-4-6-8 അങ്ങനെയൊക്കെ സോങ്സിന് ഓരോ താളം ഇതുണ്ട്. ലക്ഷ്മി, ക്രിസ്മസ് കരോളിലെ ഏതെങ്കിലും ഒരു ഗാനം ഒന്ന്. പാരിലെങ്ങും പ്രഭ ചൊരിഞ്ഞ ദിവ്യ തേജസേ, ദൈവപുത്രനായി പിറന്ന ഉണ്ണിയേശുവേ, ധനുമാസ പൊൻദീപമേ, ലോകത്തിൻ വരദാനമേ, നിന്നാമമെന്നുമെന്നും ധന്യം 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 ധന്യം. പാരിലെങ്ങും പ്രഭ ചൊരിഞ്ഞ ദിവ്യ തേജസേ, ദൈവപുത്രനായി പിറന്ന ഉണ്ണിയേശുവേ. അല്ലെ ആദ്യത്തെ ഓണപ്പാട്ടുകളിൽ ലക്ഷ്മി തന്നെ എഴുതി ഒരു ആ ഗാനത്തെ ഒന്ന് പാടാൻ പറ്റും? ചിങ്ങമാസം മിഴി തുറന്നു ഓണമായി ഓണമായി, ചിത്രവർണ്ണ പൂക്കൾ തേടി പോകയായി പോകയായി, ചിരിയിൽ മുങ്ങി ചിത്തിര പെണ്ണ് ചിന്തുപാടി ചിലങ്കയാടി, ചിരിയിൽ മുങ്ങി ചിത്തിര പെണ്ണ് ചിന്തുപാടി ചിലങ്കയാടി, മാബലിയുടെ നാടുണരുകയായി, മലയാള നാടുണരുകയായി. ചിങ്ങമാസം മിഴി തുറന്നു ഓണമായി ഓണമായി, ചിത്രവർണ്ണ പൂക്കൾ തേടി പോകയായി പോകയായി.